ഇന്നിപ്പം നമ്മൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണ് കാണാൻ വയ്യാത്തൊരു അമ്മ ഡോഗിനെയും അതിൻ്റെ ഒരു 3 കുഞ്ഞുങ്ങളെയാണ്. കാരണം ഇവിടെ അതിന് ഫുഡ് കൊടുക്കാൻ ആരുമില്ല, ഫുഡ് തനിയെ കണ്ടെത്തി കഴിക്കാനായിട്ടുള്ളൊരു അവസ്ഥയിലുമല്ല ആ അമ്മ നായ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഷെൽട്ടറിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. കൂട്ടിയൊക്കെ വന്നോ? ആരെവിടാ? അത് ഞാൻ എടുക്കാൻ കുഴപ്പമില്ല. അവര് ഇവിടെ ഇല്ലയോ, സ്ഥലത്തില്ലയോ? ഇങ്ങ ബാ വന്നേ, ബാ 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 ഇവിടെ 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 ഇങ്ങോട്ട് ബാ. ആള് സൗണ്ട് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നില്ലയോ? വരുമില്ലയോ? ഇതിപ്പം എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? ആയിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ ഉള്ള ഡോഗാണോ അതോ വേറെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണോ? വന്നതാ. നിങ്ങൾ മാത്രമേ ഉള്ള ആഹാരം കൊടുക്കുന്നതില്ലയോ? വേറെ ആരും കൊടുക്കത്തില്ല. അന്നേരം ഇപ്പം ഈ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പം ഫുഡ് കൊടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല, കുഞ്ഞുങ്ങളും കൂടെ ആയതുകൊണ്ട്. ഇവിടെ വേറൊരു പയ്യൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവിടെ അതിനെല്ലാം കൂടെ എടുത്ത് വേറെ പ്രസവിച്ചിടന്നത്. ഇപ്പൊ ഇതുപോലെ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ആൾക്കാർ പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങൾ ചോറ് നിങ്ങളാണ് ഈ പട്ടികളോട് പെരുകുന്നുണ്ടോ? ഇത് കൂടാതെ വേറെ കുറേ വരും ഇവിടെ താഴ്ന്ന് ഇങ്ങോട്ട്. ഇതിന് പിന്നെ ഒറ്റയ്ക്ക് പോയി ആഹാരം കണ്ടെത്താനായിട്ടുള്ള കഴിവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് കൊടുത്തോണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ ചെയ്യുന്നുണ്ട്, പ്രശ്നമായി നമുക്കൊരു ബുദ്ധിമുട്ട്. അത് കാരണം മോള് രണ്ടുപേരും പിണങ്ങി പോകായിരുന്നു, പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കായിരുന്നു. എന്തിനാ ഈ ആഹാരം കൊടുക്കാൻ സമ്മതിക്കാത്ത? ഞാൻ പറഞ്ഞു മോളെ എപ്പോഴും കൊടുത്ത ആൾക്കാരുടെ വഴക്കുള്ള അച്ഛൻ. ഓ അങ്ങനെയല്ലേ. ശരി ശരി. ഇപ്പം ഞാൻ ബാബാ ബാബാ ബാ ബാബാ കറുത്തമ്മ. ആൾക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. ഒരു കണ്ണ് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഒരു കണ്ണ് പോയിട്ടുണ്ടായിരുന്നു, ഒരു കണ്ണ് ഉള്ളിലുണ്ട്, പക്ഷേ അതിന് കാഴ്ചയില്ല. ഇങ്ങോട്ട് വാ. ആൾക്ക് പേടിയാണ് കേട്ടോ. ആൾക്ക് വലിയ ഒരുപാട് ആളുകളോടൊന്നും എന്താ വിശ്വാസമില്ല. ഈ ഫുഡ് കൊടുക്കുന്ന ഒരു വീട്ടുകാരോട് മാത്രമേ ഉള്ളൂ ഇണക്കമുള്ളത്. ആളുടെ 3 കുഞ്ഞുങ്ങൾ ഉള്ളിലുണ്ട്. ഇവരുടെ ഇതിപ്പം ആരുമില്ലാതെ കിടക്കുന്ന ഒഴിഞ്ഞു കിടക്കുന്നൊരു വീടാണ്, ആൾത്താമസമില്ല. അന്നേരം ഇവിടെയാണ് പ്രസവിച്ചിട്ടേക്കുന്ന കുഞ്ഞുങ്ങളെ. 3 കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല സുന്ദര കുഞ്ഞുങ്ങളാണ്. ഇങ്ങ് ബാ. ഒന്നുമില്ല, കുരയ്ക്കൊന്നും വേണ്ട. ഇങ്ങ് ബാ. നോക്കട്ടെ. അതാൾ മെയിലാണ്. ഇയാളും മെയിലാണ്. ഇത് ഒരു ഫീമെയിൽ ഡോഗ്. 3 കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്. ഇവരെ ആർക്കെങ്കിലും, ഇവരെ നമ്മളിപ്പം കൊണ്ടുപോകും, ഷെൽട്ടറിലോട്ട് എന്തായാലും കൊണ്ടുപോവാണ്. ഇവരെ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എൻ്റെ അടുത്ത്. എന്തായാലും ഇവരെ ഞാനിങ്ങ് എടുക്കുകയാണ്. ഒന്നുമില്ല. പാടി ബാ ബാ ബാ. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് ബാ. ബാസ്ക്കറ്റിങ് എടുത്തേ. എൻ്റെ അമ്മ പുറകെ വരുന്നുണ്ട് കേട്ടോ. വന്നേ ചോദിക്കട്ടെ. ബാ 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 ബാ. ഇങ്ങോട്ട്. വേണ്ട ഇപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുത്തോളാം. ഞാൻ പിടിച്ചോ.
വന്നേ ഞാൻ ഇങ്ങ് വന്നേ ഇങ്ങ് വാടി കുഞ്ഞുങ്ങൾ വിടാം ബാ 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 സ്മെല്ലൊക്കെ ചെയ്താ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഈ കണ്ണ് ഇല്ല, ഇതെന്തോ ആക്സിഡൻറ്റിൽ എന്തോ പോയത്, ഇളകി പോയതാ. ഈ കണ്ണ് ഉള്ളിലുണ്ട്, പക്ഷേ ഫുള്ള് വെള്ളയായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് എനിക്കൊന്ന് നേരത്തെ ഉണ്ടായിരുന്നായിരിക്കും ഇല്ലയോ കാഴ്ച? ഈ രണ്ടെണ്ണ ഓ പിന്നെ പതിയെ പോയതാ. ഓ ശരി, പോവാ എന്തായാലും ബാ. അല്ല അത് ഇവളുടെ നേരത്തെ കുഞ്ഞായില്ലേ? ഒന്നുമില്ലടി ഒന്നുമില്ല ബാ. അങ്ങോട്ടിരുന്ന് പേടിക്കണ്ട കേട്ടോ. അങ്ങോട്ടിരുന്നോ കേട്ടോ. ശരി എന്നാൽ ഷെൽട്ടറിലോട്ട് ആക്കിയിട്ട് ഞാൻ അങ്ങനെ നമ്മൾ ഇവളെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ ഷെൽട്ടറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഷെൽട്ടറിലുള്ളൊരു പഴയൊരു വീടാണ്. അന്നേരം തൽക്കാലത്തേക്ക് ഇവളെയും കുഞ്ഞുങ്ങളെയും ഇവിടേക്ക് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇവക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാം, വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മറ്റ് ഡോഗ്സിൻ്റെ ഒരു ശല്യവും ഇവർക്ക് ഉണ്ടാവാത്തത് ഇവിടെ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ അപ്പീടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വിരയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അമ്മയ്ക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതും റെഡിയാക്കി എടുക്കണം. ഈ ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇൻഫെക്ഷൻ്റെ മരുന്നുകളൊന്നും അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരം അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആളെ ഓക്കെ ആക്കി എടുക്കാം. അന്നേരം കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവളെ നമ്മുടെ മെയിൻ ഷെൽട്ടറിലോട്ട് താഴേക്ക് മാറ്റാം, ബാക്കിയുള്ള ഡോഗ്സിലൂടെ ആക്കാം. എന്തായാലും ഇവളെയും കുഞ്ഞുങ്ങളെ സേഫാക്കാൻ പറ്റിയതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഇവളെ പറ്റി ഇൻഫോം ചെയ്ത ആ വീട്ടുകാരോട് ഒരുപാട് നന്ദി. ഇവളെ ഒരു 2 വർഷത്തോളം അവർ നോക്കി വളർത്തുകയല്ല, ഫുഡ് കൊടുത്ത് ഇവളുടെ ജീവൻ സംരക്ഷിച്ച് പോകുന്നുണ്ടായിരുന്നു. മറ്റ് വീട്ടുകാരും ഫുഡ് കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അന്നേരം ഇപ്പം ഈ ന്യൂസ് ചാനലിലൊക്കെ ഈ തെരുവ് നായ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടിയതുകൊണ്ടും ഇവൾ ഈ സമയത്ത് തന്നെ പ്രസവിച്ചതുകൊണ്ടും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോഴത്തേക്ക് ആ നാട്ടുകാർക്ക് ഒരു ഭീഷണിയാവും എന്നുള്ളതുകൊണ്ട് ഇവരെ ആ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന വീട്ടുകാരെ കൂടെ ബാക്കിയുള്ള ആളുകൾ ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ ആയി. അങ്ങനെയാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. വളരെ സാധുവായിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ. എന്തായാലും ബാക്കിയുള്ള ജീവിതം ഇവളിവിടെ തന്നെ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം, നല്ല കുഞ്ഞുങ്ങളാണ്. 2 മെയിലും 1 ഫീമെയിലുമാണുള്ളത്. താങ്ക് യു.